CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ പ്രതിഷ്ഠാ തിരുനാൾ ഭക്തിസാന്ദ്രം. മെയ് 2 മുതൽ 6 വരെയുള്ള തീയതികളിലായി ആഘോഷിക്കുന്ന വനമാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 87ാം പ്രതിഷ്ഠാ തിരുനാളിൽ മാതാവിന്റെ അനുഗ്രഹം തേടിയെത്തിയത് ആയിരങ്ങൾ. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളാഘോഷത്തിന്റെ ഭാഗമായുള്ള ഊട്ടുസദ്യയിൽ പങ്കെടുക്കാൻ വൻ ഭക്തജന തിരക്ക്. 2 ദിവസങ്ങളിലായി നടന്ന ഊട്ടിൽ പങ്കെടുത്തത് പതിനായിരങ്ങൾ. അശാസ്ത്രീയ കടൽഭിത്തി നിർമ്മാണത്തിനെതിരെ രംഗത്തുവന്ന ആണ്ടത്തോട് നിവാസികളെ ആക്ഷേപിച്ചുവെന്നാരോപിച്ച് NK അക്ബർ MLA-ക്കെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. CPI കുന്നംകുളം നിയോജക മണ്ഡലം സമ്മേളനം സമാപിച്ചു. മണ്ഡലം സെക്രട്ടറിയായി പ്രേംരാജ് ചൂണ്ടലാത്തിനെ തിരഞ്ഞെടുത്തു. ചൊവ്വന്നൂർ ചാവക്കാട് ബ്ലോക്ക് ക്ലസ്റ്റർ തല കുടുംബശ്രീ കലോത്സവം അരങ്ങ് 2025 സമാപിച്ചു. ഗുരുവായൂർ CDS 1 ഓവറോൾ ചാമ്പ്യന്മാരായി. സമാപന സമ്മേളനം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാസ്വേ ഗ്രാമ്യ സംസ്കൃതി വേലൂർ കോഗ്നിസന്റ് ഔട്ട്റീച്ചുമായി സഹകരിച്ച് ചിരിഗാമി എന്ന പേരിൽ കുട്ടികളുടെ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെ കടവലൂർ പഞ്ചായത്തിലെ തിപ്പിലശ്ശേരി, കല്ലുംപുറം, കൊരട്ടിക്കര, കരിക്കാട് എന്നീ സെന്ററുകളിൽ കോൺഗ്രസ് ലഹരിവിരുദ്ധ പ്രതിരോധ സദസ്സുകൾ സംഘടിപ്പിച്ചു. വിഖ്യാത നോവൽ പാവങ്ങളുടെ ആദ്യ നാടകാവിഷ്കാരം ആസ്വാദക ഹൃദയങ്ങൾക്ക് അവിസ്മരണീയാനുഭവമായി. നോവലിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമിയും വന്നേരി കൾച്ചറൽ ഫൗണ്ടേഷനും സംയുക്തമായാണ് പൊന്നിയൂർക്കുളം കമല സുരയ്യ സ്മാരക സമുച്ചയ പരിസരത്ത് നാടകാവതരണവും ആഘോഷവും ഒരുക്കിയത്. BJP പൊന്നിയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി അടുക്കളത്തോട്ടത്തിനായി മൺചട്ടികൾ വിതരണം ചെയ്തു. 2 ദശാബ്ദത്തിലേറെയായി ആരോഗ്യ ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഗുരുവായൂർ ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ വെൽഫെയർ അസോസിയേഷന്റെ കാരുണ്യ പദ്ധതിയായ ഉച്ചയ്ക്ക് ഒരു പൊതിച്ചോർ 1111ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചു. IECIയുടെ കീഴിലുള്ള കേരളത്തിലെ ഹെവൻസ് സ്കൂളുകളുടെ ഹെവൻസ് മെന്റേഴ്സ് സംസ്ഥാന സമ്മേളനം പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ നടന്നു. ചൂണ്ടൽ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ വസന്തം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. വടക്കേകാട് പഞ്ചായത്തിലെ 16ാം വാർഡിൽ സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞത്തിന് തുടക്കം കുറിച്ചു. 70ഓളം കുടുംബങ്ങളുടെ കൂട്ടായ്മയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മാത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ മാസം തോറും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരാറുള്ള 1000 കുടം ജലധാരാഭിഷേകം നടന്നു. റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ചെറുമനേങ്ങാട് സ്വദേശി PS ഐശ്വര്യയെ ഇടം സാംസ്കാരിക വേദി ആദരിച്ചു. ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്തൊരുക്കുന്ന 3ാമത് അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിലെ സെമിഫൈനൽ മത്സരങ്ങൾ തിങ്കളാഴ്ച നടക്കും. കുന്നംകുളം നവജ്യോതി മോംസ് ചാരിറ്റബിൾ സൊസൈറ്റി കുന്നംകുളം ഭദ്രസന നവജ്യോതിസ് കലോത്സവം 2025 സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.